എത്രയോ ഇലക്ഷനുകൾ ഞങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ഷനിലൊക്കെ ജയം ഉണ്ടാവും, ചിലപ്പോൾ പരാജയം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഭൂരിപക്ഷം കൂടും കുറയും. ഫലം വരണം തത്വചിന്ത കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, അതിനല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുള്ളൂ. തുടക്കം മുതൽ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ജനങ്ങളുടെ ഒരു തീരുമാനമുള്ളൂ. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് യജമാനന്മാർ. അവരെടുക്കുന്ന തീരുമാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒക്കെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ പിറവത്ത് പോത്തും പിടിയൊക്കെ അതിപ്പോ ഒരു ആവേശത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അഡ്വൈസ് ചെയ്തിരുന്നു, അത്ര ആവേശം വേണ്ട, ഒരു സാധാരണ രീതിയിലൊക്കെ ഉള്ള ആഘോഷങ്ങളൊക്കെ മതി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ചെറുപ്പക്കാരല്ലേ, അതെ, ജനകീയ സമിതിയാണ്. അപ്പൊ അവിടുത്തെ ജനകീയ സമിതി അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർ ചെയ്യട്ടെ. ഞങ്ങൾ തുടക്കം മുതൽ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. UDF സംബന്ധിച്ചിടത്തോളം നല്ല വിജയം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാവും. കോട്ടയത്ത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കോ, ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ വിജയിക്കും. വി വിൽ കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. അതാണ് ഞങ്ങളുടെ അവസാന ഘട്ടത്തിൽ കോട്ടയം സംബന്ധിച്ച് പറഞ്ഞത് NDAയും UDF തമ്മിലായിരുന്നു മത്സരം. LDF അങ്ങനെ ഒരു 3ാം സ്ഥാനത്തേക്ക് പോകുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ആസ് എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ? ഇല്ലില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനം. 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് എന്നൊക്കെ ഉള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അതിനെ ഒന്നും പ്രീ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങളുടെ തീരുമാനം വരട്ടെ. അപ്പൊ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആരാണ് 1, 2, 3 എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ, കമന്റുകളൊക്കെ വരും. നമ്മളതൊന്നും ഒരു പരിധി വിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. വെയിറ്റ് ചെയ്യുക. ഏതാനും മണിക്കൂറുകൾക്കകം ചിത്രം വ്യക്തമാകും. അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനിക്കേണ്ടത്. മന്ത്രിസ്ഥാനമാണ്, അതല്ലെങ്കിൽ MP MLA സ്ഥാനമാണ് ഏറ്റവും വലുത് ഞങ്ങൾ കരുതുന്നില്ല. നല്ല കാര്യം, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. പക്ഷെ അത് എന്തിനെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാഴ്ചപ്പാട്. നല്ല കാര്യങ്ങൾക്ക് ഏത് സ്ഥാനം കിട്ടിയാലും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ, കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ അത് ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുക, ആ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് UDF പൊതു നിലപാട്. ആ നിലപാടിനനുസരിച്ച് ഞാനും നിൽക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സർവേയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സർവേ ഒന്നും ഞങ്ങൾ പാടെ തള്ളിക്കളയുന്നില്ല. സർവേയിൽ ചിലതൊക്കെ ശരിയാവാറുണ്ട്, ചിലത് ശരിയാവാറില്ല. പക്ഷെ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ദേശീയ മാധ്യമങ്ങളുടെ സർവേയിൽ മാത്രമേ വന്നിട്ടുള്ളൂ, കേരളത്തിലൊന്നും വന്നിട്ടില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല.